കേട്ടിട്ടൊക്കെയുണ്ട്, ഓരോന്ന് വർണ്ണിക്കുകയാണ്. ശ്രീപരമേശ്വരൻ ഈ പട്ടുവസ്ത്രങ്ങൾ എന്താണ് എടുക്കാത്തത് ചോദിക്കുകയാണ് കുട്ടി ശ്രീദേവി. അതോ പട്ടുവസ്ത്രങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഭഗവാൻ നഗ്നനായിട്ടിരിക്കുകയാണ്. പട്ടുവസ്ത്രങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടേ ഭഗവാൻ ഒന്നുമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മൂല്യയില്ലേ, ആ മൂല്യത്തിൽ പിടിച്ചു. പിന്നെന്നാ ഭഗവാൻ എന്താ ഇവിടെ കറുത്ത നിറാണല്ലോ, ഭഗവാൻ നീലകണ്ഠനാണല്ലോ, ഈ കാളകളുടെ ഭക്ഷണം എന്തിനാണ് പിടിച്ചത്? അതോ എല്ലാവർക്കും അമർന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാളകളുടെ ഭക്ഷണം പിടിച്ചു. അപ്പൊ രണ്ടാമത്തെ മൂല്യം കിട്ടി. അപ്പൊ മൂന്നാമത് ചോദ്യമാണ്, അല്ല ഭഗവാൻ ഈ ചുടലഭസ്മൊക്കെ ധരിച്ച് നൃത്തം ചെയ്യണ്ടല്ലോ, ശവങ്ങൾ കത്തിച്ചത് അല്ലേ, ശവം കത്തിച്ച ഭസ്മൊക്കെയാണല്ലോ ഭഗവാൻ ധരിക്കുന്നത്. കാശിയില് ഭഗവാന് ചാർത്തുന്ന ഭസ്മം ഏതാണെന്ന് അറിയാം നിങ്ങൾക്ക്? 2:30 മണിക്ക് നട തുറക്കണം. 2:30 മണി മുതൽ 3 മണി വരെ പുറത്തേക്ക് തുറക്കില്ല, അകത്ത് തുറക്കും. ആ 2:30 മണിക്ക് 12 മണി കഴിഞ്ഞ് വരുന്ന ശവം, രാത്രി 12 മണിക്ക് കഴിഞ്ഞ് വരുന്ന ശവം അവന് ഭാഗ്യമുണ്ടെങ്കിൽ കത്തപ്പെടും. ആ കത്തിയ ശവം കൊണ്ടുവന്നിട്ട് ഭഗവാൻ അഭിഷേകം ചെയ്യും. ചൂട് ചാരാണ് അഭിഷേകം. എന്നിട്ട് 2:30 മണി മുതൽ 3:30 മണി വരെ അഭിഷേകമാണ്. 3:30 മണിക്ക് എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് അടയപ്പെടും. അപ്പം ഇതാണ് കാശിയിലെ ദിവസയിലുള്ള പൂജ. അപ്പോൾ ആ ഭാഗ്യം, ആ ശവമായി തീരാൻ ആ 12 മണി കഴിഞ്ഞ് എത്താൻ പറ്റുമെന്ന ആ ആള് ആരായിരിക്കും ആലോചിച്ചു. അവിടെ സെലക്ട് ചെയ്ത് വരണ്ടേ, ആ കത്തപ്പെടണ്ടേ, ചാരമാവണ്ടേ, ഹരിയാണപ്പെടണ്ടേ. അത് ഇന്നാണെന്നൊന്നുമില്ല ആദ്യം. ഇതെന്താ ഈ ശവവസ്ത്രം ഭഗവാൻ ചാർത്തണത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതോ മോളെ ശ്രീപരമേശ്വരൻ പിന്നാലെ നടക്കുന്നു നമ്മളോട്. നിന്റെ കണ്ണിങ്ങോട്ട് തരും, നിന്റെ മൂക്കിങ്ങോട്ട് തരും, നിന്റെ ചെവിങ്ങോട്ട് തരും. വാചമിയച്ച മനോയച്ച പ്രാണാന്യച്ച ഇന്ദ്രിയാനില ആത്മാനം ആത്മനായച്ച കൽപ്പസേധനെ. ജനിച്ച കാലം മുതൽ ശ്രീപരമേശ്വരൻ നമ്മളെ പിന്നാലെ നടക്കുകയാണ്. നിന്റെ കണ്ണെനിക്ക് തരൂ, കണ്ണെനിക്ക് തരൂ എന്നെ നിങ്ങൾ കാണുമെന്ന്. എൻ്റെ മൂക്ക് നിങ്ങളുടെ അടുത്തേക്ക് എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർച്ചിച്ച പുഷ്പങ്ങൾ നിങ്ങൾ വാസനിക്കും. നിങ്ങളുടെ ചെവി എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഗുണകഥകളുണ്ട് നിങ്ങൾ കേൾക്കൂ. പക്ഷെ നമ്മൾ കൊടുക്കുമോ? നമ്മുടെ കണ്ണ് ഭഗവാന് കൊടുത്താൽ നമ്മൾ TV എങ്ങനെ കാണും? ഓരോ ഇന്ദ്രിയങ്ങൾ നോക്കൂ, ഓരോ ഇന്ദ്രിയങ്ങൾ ഭഗവാൻ കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുമോ? കൊടുക്കില്ല അല്ലേ? അതെനിക്ക് വേറെ ആവശ്യങ്ങൾ പറയും, നമ്മൾ വേറെ ആവശ്യങ്ങൾ. എന്നിട്ട് മരിച്ചു പോകുമ്പോൾ തെക്കേ പറമ്പിൽ കൊണ്ടുപോയിട്ട് ആർക്കും വേണ്ടാത്ത ആ സാധനം റബ്ബർ മരം വെച്ചിട്ട് മക്കൾ നിർത്തി. നല്ല തേന്മാവൊക്കെ നമ്മൾ നട്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നാടമാവ്, കടുക്കാച്ചി മാങ്ങ എന്താണെന്ന് മാറി നട്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാം ഇടുമ്പോൾ വെട്ടാനുള്ളത് ഒക്കെ വെച്ചുപിടിച്ചിട്ടുണ്ട്. മക്കളൊന്നും കിട്ടില്ല, കാരണം കടുമാങ്ങ. അപ്പോഴാണ് മക്കൾ തീരുമാനിക്കുക റബ്ബർ മരം ചിലപ്പോൾ ഇപ്പോൾ പറമ്പിലും വെക്കില്ല. ഇപ്പോൾ 20 സെന്റ് 30 സെന്റ് വരെയുള്ള സ്ഥലത്തൊന്നും അച്ഛനമ്മമാരെ വെക്കുന്നില്ല, കൊണ്ടുപോകാൻ ഇടയ്ക്ക് 2 കുട്ടിയുടെ ആവശ്യമാണ്. ഈ പറമ്പ് മേടിച്ചിട്ട് വീണ അച്ഛനവിടെ കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കാൻ വേണ്ടിയില്ല. പക്ഷെ മക്കളവിടെ വെക്കില്ല, കാരണം അയൽവക്കക്കാർക്ക് പേടിയാവും. എന്നിട്ട് വേഗം കൊണ്ടുപോയിട്ട് പൊതു ശ്മശാനത്ത് കൊണ്ടുപോകാണ്. എളുപ്പത്തിന് പണിയിരിക്കണം വേഗം. പക്ഷേ അവിടേക്ക് കാര്യമില്ല. ആ മാവ് പോലെ വെട്ടാനുള്ള സ്വാർത്ഥന്മാരായ മക്കള് അവരെ തെക്കേ പറമ്പിൽ കൊണ്ടുപോയി കത്തിക്കും. കത്തിച്ചു കഴിഞ്ഞാൽ 5 രാത്രി ചാരമാകും. അന്ന് സന്ധ്യയ്ക്ക് വരും ആള് കൈലാസനാഥൻ ഭൂതഗണങ്ങളോടുകൂടി. എന്നിട്ട് അവിടെ ഒരു നൃത്തം, അതങ്ങോട്ട് വാരിയിട്ട് അവർ തേക്കുകയാണ്. ഇപ്പം എനിക്ക് കിട്ടിയിരുന്നു. എപ്പോൾ കിട്ടി? എൻ്റെ കുട്ടിയെ ഇപ്പം എനിക്ക് കിട്ടിയിരുന്നു. ചാരാരെ കൊണ്ടുപോകും. ചാരമാർക്കിന് വേണം. അച്ഛൻ്റെ കണ്ണടയ്ക്ക് വരും, അതെ അച്ഛൻ്റെ പവിത്രമോദരത്തിന് വരും അല്ലേ, അച്ഛൻ്റെ ഷർട്ട് ചിലപ്പോൾ കൊണ്ടുപോയി വരും, അച്ഛൻ്റെ സകല വസ്തുക്കൾ കൊണ്ടുപോയി വരും മക്കൾ. അമ്മയെ ഞാൻ കിട്ടെ, അച്ഛൻ്റെ തന്നെ എനിക്ക് സൂക്ഷിച്ച് വെക്കാനാ അച്ഛൻ്റെ കണ്ണട. അങ്ങനെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോകാൻ മക്കൾ വരും. പക്ഷേ അച്ഛൻ്റെ തെക്കേ പറമ്പിൽ കുറച്ച് ചാര കിടക്കുന്നുണ്ട്, അതിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകും. അവൾ കൊണ്ടുപോകില്ല, അതാർക്കും വേണ്ട. അപ്പോഴും സ്വാർത്ഥത. അവരുടെ തെങ്ങ് വയ്ക്കുന്നു. ആ തെങ്ങുന്ന അച്ഛനാകുന്ന കരിക്കെടുത്തിട്ട് ചമ്മന്തി അച്ഛൻ അച്ഛനാണ് തേങ്ങ അടിച്ചത്. ആ തെങ്ങിന് അച്ഛനാണ് തേങ്ങ അടിച്ചത്. ആ തേങ്ങ എടുത്ത് ചമ്മന്തി അരച്ച് കൂട്ടിയാലേ ഇവർക്ക് സമാധാനം മക്കൾക്ക്. നോക്കൂ,
എങ്ങനെയൊക്കെയാ സ്വാർത്ഥത പെട്ടെന്ന് നോക്കുന്നത്? പെട്ടെന്ന് കായ്ക്കട്ടെ അവിടെ വെച്ചാൽ എങ്ങനെ ഈ സ്വാർത്ഥ രോഗമാണിത്. അപ്പൊ ഭഗവാൻ വന്നിട്ട് അതിന് എനിക്കിപ്പൊ കിട്ടി എന്ന് പറഞ്ഞ് ആനന്ദ നൃത്തം ചവിട്ടും. എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോ എന്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയിരുന്നു. ഇതൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം മദ്യപിക്കുകയെന്ന് പറഞ്ഞു. ഒന്നുമില്ലാത്തവനായിട്ട് ഇരിക്കുകയാണ് എല്ലാം ഉള്ളവൻ. മഹാരാജാവിനോട് ചോദിച്ചു എത്ര ഏക്കർ പറമ്പുണ്ട്? മഹാരാജാവിനോട് ഇങ്ങനെയാണ് അല്ലേ, 10 സെന്റുള്ള ആളോ വേഗം ആധാരത്തിന് കാണിച്ചു കൊടുക്കുക, അത്രയും കിട്ടി. അതാണ് വ്യത്യാസം. എല്ലാം ഉള്ളവന് ഒന്നുമുണ്ട് എന്നുള്ള ഭാവമില്ല. ആ ഒന്നുമില്ലാത്ത ഭാവമുള്ള ശ്രീപരമേശ്വരനെ സതീദേവി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. സതീദേവി ശ്രീപരമേശ്വരനെ അല്ലാതെ വിവാഹം പിടിക്കില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ ദക്ഷൻ ശ്രീപരമേശ്വരന് പേര് കേട്ടാൽ അറയ്ക്കും. ദുരഭിമാനാണ്, വലിയ പത്രാസ്, വലിയ പദവി, വൈഷ്ണവൻ. നേരത്തെ പറഞ്ഞില്ലേ വൈഷ്ണവൻ, ശൈവം എന്നുള്ളത് കേൾക്കാനേ പാടില്ല. ശിവനെയാണ് സ്നേഹിക്കുന്നത് എന്ന് പ്രസൂതി പറഞ്ഞപ്പോഴാണ് വെട്ടിപ്പറച്ചു. അങ്ങനെ ഒരിക്കലും മാറ്റിക്കാൻ നടക്കില്ല. നീ നിന്റെ മനസ്സിലിരിക്കുന്ന ആ പരിപ്പ് നിനക്ക് പിന്നെ ജയിക്കാൻ സാധിക്കില്ല, അത് വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ ഇടപെട്ടു. ബ്രഹ്മദേവൻ പറഞ്ഞു, അല്ല രക്ഷ, നീ എന്താ ആരോഗ്യം പറയുന്നത്? ശ്രീപരമേശ്വരൻ. ശ്രീപരമേശ്വരൻ ആരാധന ശ്രീപരമേശ്വരൻ ത്രിമൂർത്തിയാണ്. നിന്നേക്കാൾ മേലെയാണ്, നീ പ്രജാപതിയാണ്. നിന്നേക്കാൾ മുകളിലെ പദവിയുള്ള ആളാണ്. ആ പദവി നോക്കിയിട്ടെങ്കിലും നീ വാങ്ങി കൊടുക്കണം അച്ഛൻ. അത് കേട്ടതോടുകൂടി ദുഹിതൃവത്സര, ആ ദുഹിതൃവത്സരൻ അതിൽ പെട്ടു. അതാണ് ദുഹിതൃവത്സരന്മാരല്ല അച്ഛന്മാർ. ഈ അച്ഛന്മാർക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഒരു ദൗർബല്യം അല്ലേ. ആ മക്കൾക്ക് 10 വയസ്സ് കൊടുക്കാൻ അച്ഛൻ ഈ പെൺമക്കളെ നിന്നിട്ട് കൊച്ചിക്ക് പറഞ്ഞിട്ട് അച്ഛൻ 10 രൂപ തരുന്ന ആൺകുട്ടികൾക്ക് കൊടുക്കില്ല, 100 രൂപ തരുമെന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞാൽ കൊടുക്കും. എല്ലാ അച്ഛന്മാരുടെയും വാത്സല്യ വിധികളാണ് പെൺകുട്ടികൾ. പെൺകുട്ടികളാണ് നല്ലോണം മുതലെടുക്കും ചെയ്യും അച്ഛനെ. അച്ഛന്മാരെ മുതലെടുക്കുന്ന കുട്ടികളാണ് പെൺകുട്ടികൾ. ഈ ദുഹിതൃവത്സരനായ ഈ ദക്ഷൻ പെൺമക്കളെ വല്ലാതെ ശ്രമിച്ചെന്നാണ് പറയുന്നത് ഭാഗവതം. ദുഹിതൃവത്സരനായ ദക്ഷൻ എന്തുകൊണ്ട് ഈ പെൺകുട്ടിയോട് എതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പറയുന്നത്. പദവി നോക്കിയപ്പോൾ കൊടുത്തു എന്നാണ്. അതാണ് മരുമകന്റെ പദവി നോക്കുമ്പോൾ അച്ഛൻ കൊടുത്തു. അവന്റെ പിന്നെ കാര്യങ്ങൾ നോക്കില്ല. മരുമകൻ വന്ന് മുന്നിരിക്കുകയാണ്. അച്ഛൻ കുറച്ച് താമ ജോലിക്കാരനാണ് എത്തിയ ഈ മകന്റെ സ്ത്രീയിൽ, ഈ മരുമകന്റെ സ്ത്രീയിലങ്ങനെ കേട്ടാൽ പെണ്ണിനെ കൊണ്ട് കൊടുക്കാൻ ഉറപ്പാണ്. കാരണം അത്രയ്ക്കും മുകളിലാണ്, തന്നെക്കാൾ മുകളിലാണ് ഈ മരുമകന്റെ പദവിയിൽ കേട്ടു കഴിഞ്ഞാൽ ഏതൊരു അച്ഛനോട് താഴെ വീഴുന്നു. ഈ പദവിയിലാണ് കൊടുക്കുന്നത്. ബ്രഹ്മദേവൻ പറഞ്ഞതനുസരിച്ച് ആ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഒരു കാപ്പിക്ക് വിളിച്ചില്ല വിലാസത്തിലേക്ക് ഈ സതിയെയും ശിവനെയും. ആ വിദ്വേഷം അങ്ങനെ വർദ്ധിച്ചു. സതിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, സ്വന്തം വീട്ടിലേക്ക് വിരുന്നിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യത്തെ വിരുന്ന് പോലും നടത്തിയില്ല. കല്യാണം കഴിഞ്ഞു. കല്യാണം നടത്തിയ കഥ പോലും പറഞ്ഞുണ്ട്. തിരിഞ്ഞു നിന്നിട്ടാണല്ലേ കന്യാദാനം ചെയ്തത്. ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതേ ശിവന്റെ മുഖത്തേക്ക് നോക്കാൻ പാടും. ഏറെ പുരാണത്തിൽ പറയുന്നു. അതേപോലെ തന്നെ തിരിഞ്ഞു വെക്കേണ്ട അവസ്ഥ വന്നു. ദക്ഷന് തിരിഞ്ഞ തല തിരിഞ്ഞു പോയി. ആടുത്ത തലയെ ശിവന്റെ മുഖത്തേക്ക് നോക്കാൻ നിന്ന ആളാണ്. അങ്ങനെ ആ കല്യാണം എങ്ങനെയൊക്കെയോ ഒന്ന് നടന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ വിദ്വേഷത്തോടുകൂടി കല്യാണം കഴിഞ്ഞു. ഒന്ന് ചായക്ക് പോലും വിളിച്ചില്ല. പിന്നെ പ്രജാപതിമാരുടെ ഒരു യാഗം നടന്നു. ആ യാഗത്തില് വലിയ സ്നേഹമായിരുന്നു ബ്രഹ്മദേവൻ ദക്ഷനോട്. എൻ്റെ ദക്ഷനെ കണ്ടുപിടിക്കുക, ദക്ഷനെ കണ്ടുപിടിക്കുക മറ്റുള്ളവരോട് പറയും. ദക്ഷൻ ഈ അങ്കുശത്തിൽ ജനിച്ചതാണ്, തള്ളവരുന്നത്. തള്ളവരുന്നത് ജനിച്ചത് കൊണ്ട് ദക്ഷന്റെ പേരിട്ടു. എല്ലാം സാധിക്കുന്ന സമർത്ഥൻ എന്നാണ്. അങ്ങനെ അതിരാളനായ ധാതു അതിരാളനയ നശിച്ചു പോയ കുട്ടി എന്നർത്ഥം. അതാണ് നെൽപ്പത്തിൽ പറയുന്നത്. ദാതാവിൻ്റെ ബ്രഹ്മദേവന്റെ അതിരാളന കൊണ്ട് നശിച്ചതാണ്. അങ്ങനെ ലാളിച്ചൊരാളിച്ചങ്ങോട്ട് വലിപ്പം കൂട്ടിയിട്ട് അധ്യക്ഷ പദവിയിലേക്കാണ് ആലോചിച്ചു. ഈ സത്രത്തിന് അധ്യക്ഷൻ ദക്ഷൻ. എല്ലാവരും വന്ന് നിറഞ്ഞിരുന്നു. മരീച്യാദികളൊക്കെ വന്നിട്ടുണ്ട്, പ്രവൃത്തികളൊക്കെ വന്നിട്ടുണ്ട്, ദേവന്മാരെല്ലാം പറഞ്ഞ സഭ. ആ സഭയിലേക്ക് അത്യാടോളത്തോടുകൂടി വലിയ വിശേഷമൊക്കെ ധരിച്ച് ഉടുപ്പൊക്കെ ഇട്ട് കേരനായിട്ട് 6 അടി ഉയരുന്ന ആള് നടന്നിട്ട് വരികയാണ്. 3 പേര്, ശ്രീപരമേശ്വരനുണ്ട്, വിഷ്ണുവുണ്ട്, ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ അച്ഛനാണ്. അച്ഛൻ എഴുന്നേൽക്കുന്നത് നോക്കിയില്ല. അച്ഛൻ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. വിഷ്ണു എഴുന്നേറ്റൊന്നും നോക്കിയില്ല.
ശ്രീപരമേശ്വരൻ എഴുതിയിട്ടില്ല. ഒരുപാട് ശ്രീപരമേശ്വരൻ എഴുതാതിരുന്നത് കൊണ്ട് ദേഷ്യം വന്നു. കയറി വന്ന് അധ്യക്ഷ പ്രസംഗമാണ്. ഈ മൈക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? മറ്റുള്ളവരെ ഇരിക്കുന്നവരെ മാനം കെടുത്തുന്നവര്, അവർ ചിലപ്പോൾ മരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നവർ പോലും നോക്കാണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയുള്ള പാഠമാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രസംഗം തുടങ്ങി. ശിവനെ നിന്ദിക്കാനാണ് ആ പ്രസംഗം മുഴുവൻ ഉപയോഗിച്ചത്. ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ടും നമുക്ക് ഉദ്ദേശമുള്ള ഒരാളെ നമ്മൾ ദ്വേഷിക്കുക. പല ജോലി സ്ഥലത്തും നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്തവരുടെ വിരമനം ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് ആശംസാ പ്രഭാഷണം ചെയ്യാനൊക്കെ നമ്മൾ കയറിപ്പോയി എന്നവരും ആ സമയത്ത് പഴയ കാലത്തെ കുത്തും കോറും വെച്ച് സംസാരിക്കുന്നവർ വെച്ച് ആ സമയത്ത് അവർ നല്ലത് പറയണമെന്നാണ്. നല്ലതെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് പറയാം. 19 കൊല്ലം സഹപ്രവർത്തകരായിരുന്നു. അന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. അതൊന്നും എവിടെ കാണിക്കുന്നത്? ആ സ്റ്റേജിൽ കാണിക്കരുത്. അവരെ വേദനിപ്പിച്ച് പറഞ്ഞേക്കരുത് പഠിപ്പിക്കുകയാണ്. ആ ശിവനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ട്. ഈ മക്കളെ ലോചനന് എൻ്റെ സുന്ദരിയായ മകളെ കൊടുത്തത് ദായിരിക്കണം ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചാണ്. ഈ അശിവനായ ഇവരെ ശിവനാണെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ചുടലവസ്ത്രം ധരിച്ച് ഭൂതപ്രേത വിശാചികളോട് നടക്കുന്നവരെ കണ്ട ഉറപ്പാണ് എനിക്ക്. ഇവന് ഒരിടത്തും ഒരു യാഗശാലയിലും ഇവന് ആവിർഭാവം കിട്ടാതെ പോകട്ടെ പറയേണ്ട കൊള്ളുവാക്കുകൾ മുഴുവൻ പറഞ്ഞു. അപ്പോഴേക്ക് നമ്പീശ്വരൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഭഗവാന്റെ വാഹനമായ നമ്പീശ്വരൻ വിളിക്കുന്നുണ്ട്. നമ്പീശ്വരൻ എണീറ്റ് നിന്നു. നീ ആരെയാണ് നിന്ദിക്കുന്നത്? ലോകര് മുഴുവൻ ക്യൂ നിൽക്കുകയാണ്. ബ്രഹ്മാദേവന്മാർ മുഴുവൻ ക്യൂ നിൽക്കുകയാണ്. ആ പാദത്തിലെ കൊടിയൊന്ന് ഭസ്മം ഒന്ന് ശിരസിലണിയാൻ വേണ്ടി അവർ ചീട്ടുമേടിച്ച് നിൽക്കുകയാണ് കൈലാസത്തിൽ പ്രദോഷശിവനെ സ്ഥിതിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പരമശിവനെ നിന്ദിക്കുന്ന നിന്റെ തല, നിന്റെ ഹെഡ് ഓഫീസ് ഉടനെ നഷ്ടമാവട്ടെ. അതുപോലെ തന്നെ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? ഈ ഹെഡ് ഓഫീസ് പോകണം. ഹെഡ് ഓഫീസാണ് എല്ലാ പ്രശ്നവും. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, വെറും പാവം. ഇതാണ് ആകെ പ്രശ്നത്തിന്. നിന്റെ ഹെഡ് ഓഫീസ് പോകുന്നുണ്ട്. മൃഗു അങ്ങോട്ട് ശ്രമിച്ചു. ശിവന്റെ ആൾക്കാര് പാകണ്ഠമതികളായി മാറട്ടെ, വേദം കിട്ടുന്നവരാവട്ടെ. അതാണ് ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശാപകോലാഹലം കൊണ്ട് ആ സത്രം ഈശ്വരനെ നിന്ദിക്കുന്നതൊന്നും നേരെയാവില്ല. അങ്ങനെ കാലം മുന്നോട്ട് പോയി. സദാ വിദ്യുഷോരേവം കാലോ വൈന്ദ്രിയമാണയോ രാമാണ് ശുശ്രസ്യാമി സുമഹാനദിചക്രമേ. കാലം ചെല്ലുന്തോറും വളരുന്നവരാണ് കുട്ടികള്. ഞങ്ങളുടെ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേ ഈ ചെറിയ കുട്ടികള് കുസൃതി ചോദ്യം ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്നാണ് അവരുടെ വിചാരം. മാഷന്മാർക്കല്ല എല്ലാം അറിയാമെന്ന്. അപ്പൊ കുട്ടികൾ കുസൃതി ചോദ്യമായിട്ട് വരികയാണ്. മാഷ ഈ ഭരിക്കും തോറും നീളം പറയുന്ന